യേശുവിൻ്റെ കല്ലറയുടെ അവിടുന്ന് കാൽവരിയിലേക്ക് നടന്ന് കയറിപ്പോകുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഈ കാൽവരിയിലേക്കുള്ള വഴിയാണ്. അനേകമായിരം ആളുകൾ നടന്നു തേഞ്ഞ് യേശുവിൻ്റെ കാൽവരി കുരിശിൻ്റെ എത്തുവാനായിട്ട് എന്തോ ഭാഗ്യം അന്ന് ആൾക്കാർ തീരെ കുറവായിരുന്നു. അതുകൊണ്ട് അവിടെ ചെന്ന് നന്നായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. ഒരു യോഗ്യതയും ഇല്ലായിരുന്നിട്ടും ദൈവം തമ്പുരാൻ ഇത്രത്തോളം കരുണ കാണിച്ച് യേശുവിൻ്റെ കുരിശിൽ ഇത് മാതാവിനോട് വചനമുണ്ട്, നിൻ്റെ ഹൃദയത്തിലൊരു വാൾ കിടക്കുമെന്ന്. അതിൻ്റെ പ്രതീകമായിട്ട് ഇത് കല്ലുകൾ രണ്ടായി പിളർന്ന പാറയുടെ ഭാഗവും അതിൻ്റെ തൊട്ടപ്പുറത്താണ് യേശുവിനെ കുരിശിൽ കുറച്ച് സ്ഥലമായിട്ട് കരുതുന്നു. അവിടെ ഇതിൻ്റെ ഈ ഒരു കുരിശിൻ്റെ കുരിശിൽ തൂങ്ങപ്പെട്ട രൂപമുണ്ട്. അതിൻ്റെ താഴെയാണ് എല്ലാവരും അതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ കുമ്പിടുന്നത്. അതിനകത്ത് കയറി കുമ്പിടുന്നത്. എപ്പോഴും ആളുണ്ട്, ആൾ കുറവുള്ളപ്പോൾ നമുക്ക് എളുപ്പം കയറി സഹിക്കാം. വീണ്ടും ആ തിരുസന്നിധിയിൽ എത്തുവാനായിട്ട് 3-4 തവണ ഇപ്പം എത്തി. ഇനിയും പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. സാധിക്കുന്ന സമയത്തൊക്കെ ഇതേ പാറയൊക്കെ എത്തിക്കയറുന്ന സ്ഥലങ്ങളാണ് കാണിക്കുന്നത്. യേശുവിനെ കുരിശിൽ നടത്തിയതും ഇതിൻ്റെ പുറകിലായിട്ട് കാണുന്നുണ്ട് യേശുവിനെ കുരിശിലൊരു ഇതാ വ്യക്തമായിട്ട് എനിക്ക് കാണിച്ചാൽ അവിടെ അധികം വെട്ടമില്ലാത്തതാണ് പ്രശ്നം. എന്നിട്ടും മാക്സിമം എടുത്തിട്ടുണ്ട്. ഇതാ ഇത് കണ്ടോ, ഒരു ഹോള് പോലെ കാണുന്നത്, അതാണ് യഥാർത്ഥ സ്പോട്ടായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശുവേ നന്ദി. പീഡാസഹനങ്ങളെ ഓർത്ത് അപ്പം നല്ലൊരു ദുഃഖവെള്ളി എല്ലാവർക്കും ആ ദുഃഖവെള്ളിയുടെ മഹത്വത്തിലേക്കുള്ള യാത്രയിൽ എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥനയോടെ ജീവിതത്തിലെ പ്രതിസന്ധികളും ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഈ കല്ലറയിലൊന്ന് വരുവാനും എത്രയോ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് പോകാൻ ഒരിക്കലെങ്കിലും കാണുവാനോ ഇവിടെ പോകാനോ അവസരം ലഭിക്കാതെ കിടക്കുന്നു.